ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് 14th ക്ലാസ്സാണ്. ഇന്നൊരു വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പെയിൻറ്റിങ്ങും അതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കുമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് വളരെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും. കുർത്തിയിലും ഇങ്ങനെ യോക്ക് പോർഷനിലൊക്കെ ഡിസൈൻ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഒരു ലീഫാണ് വരച്ചു കൊടുക്കുന്നത്. തണ്ടും പിന്നെ ലീഫും ഒക്കെ ആയിട്ട് ഉള്ള ഒരു പിക്ചറാണ്, ഒരു ഫ്ലവറാണ്. അപ്പോൾ തണ്ട് നീളത്തിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളർ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഏത് ഗ്രീൻ കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. സാപ്പ് ഗ്രീനോ ലൈറ്റ് ഗ്രീനോ ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ റഫായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. സ്കെച്ച് ഒന്നും ചെയ്തിട്ടില്ല, പെൻസിൽ കൊണ്ട് പോലും വരച്ചിട്ടില്ല. എനിക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ ഒരു രീതിയിൽ ഞാൻ വരച്ചു പോവാണ്. അതുപോലെ റൗണ്ട് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ തിക്നെസ് കൂടിയ ബ്രഷ്, അതായത് ഇപ്പോൾ 8 നമ്പർ സൈസൊക്കെ ആണെങ്കിലും ബ്രഷിൻ്റെ ടിപ്പ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ച് നമുക്ക് ലൈൻസൊക്കെ ഇടാൻ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രഷും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഞാൻ യൂസ് ചെയ്യുന്ന അതേ ബ്രഷ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് 8 അല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് നമ്പർ, ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. നമ്പർ 6 ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 ഒക്കെ എടുക്കാം. അത് ആ ഒരു ടിപ്പിൽ നമ്മൾ പെയിൻ്റ് ആക്കി കഴിയുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൈ അങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണെങ്കിൽ നമുക്ക് ചെയ്യാം. ചില ബ്രഷുകളുടെ അതായത് അറ്റം കുറച്ച് ഷാർപ്പായിട്ട് നിൽക്കും. നമ്മൾ ഈ പെന്നിൻ്റെ നിബ്ബൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ നല്ല നല്ല കംഫർട്ടബിളായിട്ട് വരുന്നുണ്ടെന്നാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ചില ബ്രഷ് മാത്രമേ അങ്ങനെ വരുള്ളൂ, ചില ബ്രഷ് വരില്ല. നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ റൗണ്ട് ബ്രഷിൻ്റെ ടിപ്പ് അങ്ങനെ നിൽക്കാറില്ല, കുറച്ച് തിക്നെസ് ഒക്കെ കുറവായിട്ട് വരുന്നതാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ബ്രഷാണെങ്കിൽ നിങ്ങൾ റൗണ്ട് ബ്രഷ് നമ്പർ 8 ഒക്കെ എടുത്തിട്ട് തന്നെ ചെയ്യാം. നമ്മൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് വെച്ച് ചെയ്യാം. നല്ല തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് തന്നെ വരച്ചു കൊടുക്കാം, തിന്നായിട്ടാണെങ്കിൽ തിന്നായിട്ട് വരച്ചു കൊടുക്കാം. ഒരു മീഡിയം സൈസിൽ വരച്ച് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും തണ്ടിനും. അതുപോലെ ലീഫ് കുറച്ച് തിക്കായിട്ട് കൊടുത്തോളൂ. ഈ തണ്ടൊക്കെ വരയ്ക്കുമ്പോൾ ഒരു മീഡിയം സൈസിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു തണ്ട് വരച്ചതിന് ശേഷം അതിൽ നിന്ന് ഏതെങ്കിലും ബ്രാഞ്ച് മാതിരിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് പിന്നെയും കുറച്ച് തിന്നായിട്ട് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ പ്രിഫറൻസും നമ്മളുടെ ചോയ്സുമാണ്. നമ്മൾക്ക് എങ്ങനെയാണോ താല്പര്യം, പിക്ചർ എങ്ങനെ വരണം എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ബ്രഷൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. ചിലരൊക്കെ വന്നിട്ട് ഇപ്പോൾ ഫ്ലാറ്റ് ബ്രഷ് ഉണ്ടല്ലോ, ഫ്ലാറ്റ് ബ്രഷ് നമ്മൾക്ക് കുറച്ച് കേവായിട്ടുള്ള, അതായത് ഫ്ലാറ്റ് ബ്രഷ് ഫ്ലാറ്റ് അല്ലാതെ ഒരു ചരിഞ്ഞ ടൈപ്പിൽ ഒരു ബ്രഷ് കിട്ടും. അത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ വരയ്ക്കാറുണ്ട് ലീഫൊക്കെ. അപ്പോൾ അങ്ങനത്തെ ബ്രഷും നിങ്ങൾക്ക് കൈക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനത്തെ ബ്രഷും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ലീഫാണ് വരച്ചു കൊടുക്കുന്നത്, നല്ല നീളത്തിലുള്ള ലീഫാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ആ ലീഫിൻ്റെ അറ്റത്തിന് കുറച്ചൊന്ന് ഷാർപ്പാക്കിയിട്ട് കുറച്ച് മിഡിൽ പോർഷൻ കുറച്ച് തിക്നെസ് ആക്കിയിട്ട് പിന്നെയും എഗെയിൻ കുറച്ച് തിക്നെസ് കുറച്ചിട്ടാണ് നമ്മൾ ആ ലീഫ് ഈ തണ്ടുമായിട്ട് യോജിച്ച് കൊടുക്കുന്നത്. തണ്ടിൽ നിന്ന് പോകുന്ന മാതിരിയാണ് ലീഫ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിലർ തണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലീഫ് വരയ്ക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതി നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഇപ്പം എനിക്ക് ആ സൈഡിൽ, ഇപ്പം ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ലീഫ് എൻഡ് ചെയ്യുന്ന ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് പിന്നെ തണ്ടിലോട്ട് മുട്ടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് വന്ന സമയത്ത് തണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ലീഫ് എൻഡ് ചെയ്യാണ് ചെയ്തത്. അത് നമ്മുടെ കൈ ഇങ്ങനെയാണോ കംഫർട്ടബിൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ
ഇപ്പോൾ എത്ര ലീഫ് വേണം, എവിടെയൊക്കെ ലീഫ് വരച്ചു കൊടുക്കണം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇപ്പം ഞാൻ ജസ്റ്റ് ഓരോരോ മോഡൽസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഇപ്പം ഞാൻ കാണിച്ച ക്ലാസ്സുകളൊക്കെ വളരെ ഈസി ആയിട്ടാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കുറേ പേര് വീഡിയോ കാണുന്നത്. അപ്പോൾ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് ഇട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ലീഫ് നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഫ്ലവറിലോട്ട് കടക്കുന്നത്. അപ്പോൾ ഫ്ലവർ വരയ്ക്കാനായിട്ട് ഞാൻ മുകളിലത്തെ പോർഷനിൽ ഇങ്ങനെ ഈ തണ്ട് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു നമ്മൾ കാക്കയൊക്കെ പറക്കില്ല അതുപോലത്തെ ഒരു ഡിസൈനാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതിലാണ് നമ്മൾ ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ലീഫിന് കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഞാൻ ലെമൺ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഗ്രീൻ കളറും അതുപോലെ തന്നെ ലെമൺ യെല്ലോ കളറും കൂടി മിക്സ് ആവുമ്പോൾ നല്ലൊരു കളറ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ലെമൺ യെല്ലോ തന്നെ ഞാൻ മിക്സ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാപ്പ് ഗ്രീനും ഗോൾഡൻ യെല്ലോവും എടുക്കാം. അതല്ലാന്നാണെങ്കിൽ ഈ സാപ്പ് ഗ്രീനും ലെമൺ യെല്ലോവും എടുക്കാം. ഏതാണോ നമുക്ക് താല്പര്യം അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ബ്ലൂ കളറിൻ്റെ കൂടെ അൾട്രാമറൈൻ ബ്ലൂ അല്ലെങ്കിൽ പേർഷ്യൻ ബ്ലൂവിൻ്റെ കൂടെ നമ്മൾ യെല്ലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ കിട്ടും. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറായിരിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയും ഒന്ന് ചെയ്തു നോക്കൂ. ഇതൊക്കെ ഈ ഒരു ഡിസൈനൊക്കെ നമുക്ക് ചുരിദാറിൽ സൈഡിൽ നെക്കിൻ്റെ സൈഡിലായിട്ട് വരച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഈ ഫ്ലവർ ഇങ്ങനെ ഇപ്പം നെക്കിൽ നിന്ന് താഴോട്ട് ഹാങ് ചെയ്യുന്ന പോലെ കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം. എങ്ങനെയാണോ നമുക്ക് താല്പര്യം അതിനനുസരിച്ച് കൊടുക്കാം. കാരണം ഇപ്പം ലീഫൊക്കെ അതിന് ശേഷം എങ്ങനെയാണോ വേണ്ടത് നോക്കിയിട്ട് ചെറിയ ചെറിയ ലീവ്സ് ഇട്ട് കൊടുത്താൽ മതി. ഈ ഫ്ലവർ ഇങ്ങനെ ഹാങ്ങിങ് ചെയ്യുന്നതായിട്ട് കുറച്ചിങ്ങനെ സ്ട്രെയിറ്റ് അല്ലാണ്ട് സ്ലാൻഡിങ് ഒക്കെ ആയിട്ട് ഫ്ലവർ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ജസ്റ്റ് ഒരു ടിപ്സ് പറഞ്ഞു തന്നതാണ്. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കുർത്തീസൊക്കെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ലീഫും തണ്ടും എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്ലവർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഈ ഫ്ലവർ വരയ്ക്കാനായിട്ട് വരയ്ക്കലല്ല, ശരിക്കും ഇതൊരു ഡോട്ട് വർക്ക് ടെക്നിക്കാണ്. നമ്മൾ കുറേ കഴിഞ്ഞ ക്ലാസ്സിലും ലീഫിലൊക്കെ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തു അല്ലേ? അതേപോലെ ഡോട്ട്സ് ഇട്ട് മാത്രമാണ് ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 കളറാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഓറഞ്ച് കളർ, റെഡ്, പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് ഏത് ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡിൻ്റെ മാത്രം ഒരു പാക്കറ്റ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് പല കമ്പനീൻ്റെയും അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലാന്നാണെങ്കിൽ സിംഗിൾ ബോട്ടിൽ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ വൈറ്റ് എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഡാർക്ക് കളറിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ റെയർ കോമ്പിനേഷനാണ്. ലൈറ്റ് കളറിൻ്റെ ഒരു പാക്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയും നല്ല ലൈറ്റ് ഷെയ്ഡ്സാണ് ആ പാക്കറ്റിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫ്ലവറിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റത്ത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് ലൈറ്റായിട്ടുള്ള കളറും പിന്നെ അതിന് ശേഷം ഡാർക്കായിട്ടുള്ള 2 കളർ മിക്സ് ചെയ്തിട്ടാണ്. 2 കളർ മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളർ രണ്ടും എടുത്തിട്ട് മിക്സ് ഒന്നും ചെയ്യുന്നില്ല.
പക്ഷേ കുറച്ച് ഓറഞ്ച് ഡോട്ട്സ് പിന്നെ കുറച്ച് റെഡ് ഡോട്ട്സ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലവർ ഇപ്പോൾ ഫിനിഷായത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഫ്ലവറാണ് നമ്മൾ ഈ അടുത്തതും വരച്ചു കൊടുക്കാൻ പോണത്. അപ്പം ഞാൻ ഇപ്പോൾ ലൈറ്റ് കളർ എടുത്തിട്ട് ഒരു പോർഷനിൽ ഇപ്പോൾ ആദ്യം വരച്ച ഫ്ലവറിൽ ലൈറ്റ് കളർ എൻഡിൽ കൊടുത്തല്ലോ. അപ്പം നമ്മൾ പെയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഫ്ലവറിൽ എനിക്ക് എവിടെയാണോ ആ ഒരു ഫ്ലവർ എൻഡ് ചെയ്യേണ്ട പോർഷൻ അവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഡോട്ടിട്ട് കൊടുത്തിട്ട് ആദ്യം അവിടെ സ്റ്റാർട്ട് ചെയ്തതാണ് അടുത്ത ഫ്ലവറിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് കഴുകി തുടച്ച് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. എഗെയിൻ നമ്മൾ ഓറഞ്ച് ആൻഡ് റെഡ് വെച്ചിട്ട് മാറി മാറി ഓറഞ്ച് കുറച്ച് എടുക്കുന്നു, എന്നിട്ട് കുറച്ച് ഡോട്ട്സ് ഇടുന്നു, പിന്നെ റെഡ് എടുക്കുന്നു, കുറച്ച് ഡോട്ട്സ് ഇടുന്നു, പിന്നെ ഓറഞ്ച് എടുക്കുന്നു, ഡോട്ട്സ് ഇടുന്നു, അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് കഴുകിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കഴുകാണ്ടും ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ചെയ്ത പോലെയാണ് വരുന്നത്. അതുകൊണ്ട് ബ്രഷ് ഇപ്പോൾ വാഷ് ചെയ്തിട്ടില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡിൽ നമ്മൾ ബ്രഷ് ഇട്ട് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ബോട്ടിലിൽ ഡാർക്ക് കളർ മിക്സ് ചെയ്യേണ്ടെന്ന് ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് ലൈറ്റ് ഷെയ്ഡ് ഡിപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ആ ബോട്ടിലുള്ള പെയിൻറ്റിൽ പോലും ഡാർക്ക് ഷെയ്ഡ് മിക്സ് ആവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ്, അതും ഈ റൗണ്ട് ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു വളഞ്ഞ രീതിയിലുള്ള ഒരു ഫ്ലവറാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ഇതുപോലത്തെ കണ്ടിട്ടുണ്ടാവും ഫ്ലവേഴ്സൊക്കെ ഇങ്ങനത്തെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. നമ്മൾക്കിപ്പം ഇപ്പോൾ നമ്മൾ കാണുന്നതായിട്ടുള്ള എല്ലാ പൂക്കളും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കാണുന്ന പൂക്കളൊക്കെ നിങ്ങളിപ്പോൾ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിലൊക്കെ അവൈലബിൾ ആണെങ്കിൽ അത് നോക്കിയിട്ട് വരയ്ക്കാൻ ട്രൈ ചെയ്യുക. അതുപോലെ കളർ ഷെയ്ഡിങ് കൊടുക്കാനായിട്ട് നോക്കുക. ഏതൊക്കെ കളർ കമ്പൈൻ ചെയ്താലാണ് ആ ഒരു ഷെയ്ഡ് വരിക എന്നൊക്കെ നോക്കുക. ഇതൊക്കെ നമ്മൾ തന്നെ തനിയെ നോക്കി മിക്സ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഐഡിയ വരിക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചിലപ്പോൾ ട്രൈ ചെയ്യുമ്പോഴേക്കും പുതിയ ഓരോ ഷെയ്ഡൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ നമ്മൾ ഓരോന്ന് നോക്കുമ്പോൾ നമുക്ക് ഓരോ പുതിയ ഷെയ്ഡ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 4 ഫ്ലവറാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചിങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു കാറ്റത്തൊക്കെ ഇങ്ങനെ ആടുന്ന ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചരിഞ്ഞ് കൊടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് അല്ലാണ്ട് ചരിഞ്ഞിരിക്കുമ്പോഴാണ് കാണാൻ ഒരു ഭംഗി. അപ്പോൾ ഈ ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി നമ്മൾക്കിപ്പോൾ എന്താ പറയുക, ഈ അറ്റത്ത്, അതായത് ഫ്ലവറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഡാർക്കർ ഷെയ്ഡാക്കുക, പിന്നെ കുറച്ച് ലൈറ്റർ, പിന്നെ അറ്റത്ത് വരുമ്പോൾ നല്ലോണം ലൈറ്റർ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കളർ കോമ്പിനേഷൻ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ കളർ കോമ്പിനേഷൻ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം. എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.